ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഗരുഡൻ. ഒരു ക്രൈം നടക്കുകയും അതിൽ സസ്പെക്റ്റ് ആവുന്ന ഒരാളും അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഈഗോയും റൈവൽറിയും അവർ തമ്മിലുള്ള മൈൻഡ് ഗെയിംസ് ഒക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. ആൻഡ് ഈ സിനിമയ്ക്ക് നല്ലൊരു സോൾഡ് ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. ഐ തിങ്ക് മിഥുൻ മനോഹർ തോമസ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. 5-ാം പതിലൊക്കെ എഴുതി. അതേപോലെ തന്നെ അത്ര കിടിലിനായിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തുള്ളൂ. കാരണം നമ്മളൊരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇതാണ് കഥ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് വൻപൻ ട്വിസ്റ്റുകൾ വന്നുകൊണ്ട് സിനിമയുടെ ആ ഒരു മോഡ് അതിൻ്റെ ട്രാക്കിനെ മുഴുവനായിട്ട് സിനിമ മാറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതെന്ത് സിനിമ കഴിഞ്ഞോ നമ്മൾ വിചാരിക്കും. ദെൻ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു തോന്നുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴും സെഗ്മെൻറ്റ് എത്തുമ്പോഴും സിനിമ നമ്മളൊരു സാച്ചുറേറ്റ് ആയി എന്ന് തോന്നുന്ന സമയത്ത് സിനിമയുടെ നേച്ചർ ഷിഫ്റ്റ് ചെയ്ത് വേറൊരു തരത്തിലേക്ക് സിനിമ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഗംഭീരമാണ്. സ്ക്രീൻ പ്ലേ കൊണ്ട് തന്നെയാണ് ഈ സിനിമ വളരെയധികം എൻഗേജിങ് ആയിട്ട് നമുക്ക് തോന്നുക. ദെൻ ആ ഒരു സ്റ്റിക്ക് ടു ദി നേച്ചർ ഉണ്ട്. ആ ഒരു സ്ക്രീൻ പ്ലേയിൽ ഒതുങ്ങുന്നൊരു കാര്യത്തിന് പുറത്തേക്ക് ഒന്നും തന്നെ സിനിമയിൽ പോകുന്നില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസ് സിനിമയിലുണ്ട്. അനാവശ്യമായിട്ട് കുറേ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ കുത്തിക്കയറ്റി വേറൊരു തലത്തിലേക്ക് സിനിമയെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വലിച്ചു നീട്ടാനൊക്കെ പറ്റും. പക്ഷേ അത്രയും സ്പേസ് ഉണ്ടായിട്ട് പോലും അതൊന്നും തന്നെ അനാവശ്യമായിട്ട് കളയാതെ പ്രോപ്പറായിട്ട് എന്താണ് ആ ഒരു സ്ക്രീൻ പ്ലേയിൽ ആവശ്യം, എന്താണ് പ്രേക്ഷകർക്ക് ആവശ്യം, അത് അതേപടി തന്നെ ഡെലിവർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ സിനിമ വളരെയധികം എൻഗേജിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഒരുപാട് എലമെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ ഒരു ടിപ്പിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമകളിൽ നമ്മൾ കാണുന്ന ഒരുപാട് ക്ലീഷേഴ്സ് നേരെയായിട്ട് വരാൻ സാധ്യതയുള്ള സ്പേസ് ഉള്ളൊരു മൂവിയായിട്ട് പോലും അതൊന്നും തന്നെ ഇല്ലാതെ വളരെ നീറ്റായിട്ട് ആ ഒരു സ്ക്രീൻ പ്ലേനെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. then ഈ കിടിലൻ സ്ക്രീൻ പ്ലേനെ അത്ര ഗംഭീരമായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നത് ഇതിന് മേക്കിംഗ് കൂടിയാണ്. കാരണം അത്ര ഡയറക്ഷനൊക്കെ അത്ര കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ടൈറ്റിൽ നമുക്ക് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്ന് എഴുതി കാണിക്കുമ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് സുരേഷ് ഗോപി എന്നൊരു പേര് നമുക്ക് കാണുക. അത് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറായി നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സുരേഷ് ഗോപി എന്നൊരു ആക്ടറെ നമുക്കവിടെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു തരത്തിലുള്ള മാസ് മസാല എലമെൻറ്റ്സ് ഇല്ലാത്തൊരു സുരേഷ് ഗോപി ചിത്രം അല്ലെങ്കിൽ ഒരു വലിയ താരനിര ചിത്രം എന്ന് പറയാൻ വേണ്ടി വരും. കാരണം ജസ്റ്റ് ഒരു നോർമൽ ഇൻട്രോ ഒക്കെയാണ് ഈ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ളത്. സോ ഒരു സാധാരണ ക്യാരക്ടർ എങ്ങനെയായിരിക്കുന്നു പ്രേക്ഷകർക്ക് അത്രയും കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു താരപരിവേഷം ഇല്ലാതെ ആ ഒരു ക്യാരക്ടേഴ്സിനെയും അതിലുള്ള എല്ലാവരും തന്നെ പ്രസൻറ്റ് ചെയ്യാൻ സിനിമ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ സാധാരണ സിനിമകളിലാണെങ്കിൽ ഓക്കെ ഇത് ഒരു ഹീറോ ഇൻട്രോ പോർഷനാണ് അല്ലെങ്കിൽ ഒരു വില്ലൻ ഇൻട്രോ പോർഷനാണ്, ഇവിടെ ഇങ്ങനെ കയ്യടി വീഴുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അതിനൊക്കെ എൻ്റെയർ ഷിഫ്റ്റ് ചെയ്ത് ഇതിൽ കഥയാണ് പറയാനുള്ളത്, ആ കഥയിലേക്ക് മാത്രമുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് ഇവർ എന്ന രീതിയിൽ നമുക്ക് ഫീൽ ആവുന്നത് കൊണ്ട് തന്നെ കഥയോട് ഭയങ്കരധികം നമ്മൾ കണക്ട് ആവും. ഈ ക്യാരക്ടേഴ്സൊക്കെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, അടുത്ത് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പോകുന്നത് എന്നുള്ളൊരു തോട്ട് വരുന്നതുകൊണ്ട് തന്നെ സിനിമ ത്രൂ ഔട്ട് ഒരു എൻഗേജിങ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. സോ എല്ലാവരുടെ പെർഫോമൻസും കിടിലൻ. അവരൊക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സ് അല്ലാതെ ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കൊണ്ട് സിനിമ ഭയങ്കരധികം കണക്റ്റ് ആവുന്നത് എന്നതാണ് സിനിമയിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും. എന്നാൽ ഇതിൽ പോരായ്മകളായിട്ട് എനിക്കൊന്നും തന്നെ തോന്നിയില്ല. കാരണം അതൊന്നും ചിന്തിക്കാനുള്ള സ്പേസ് സിനിമയിൽ കൊടുക്കുന്നില്ല. സോ വളരെ നീറ്റായിട്ടുള്ള ഒരു പ്രോപ്പർ പാക്ഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായിട്ടാണ് എനിക്ക് ഈ സിനിമ പേഴ്സണലി അനുഭവപ്പെട്ടത്. ഞാൻ ഈ പറഞ്ഞ പോലെ സ്ഥിരം ടിപ്പിക്കൽ ക്ലീഷേഴ്സിനൊക്കെ തന്നെ മാറ്റിമറിച്ചത് കൊണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരധികം ഇഷ്ടമായി സിനിമ. എല്ലാത്തരം പ്രേക്ഷകരും, അതിപ്പോൾ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിന് മാത്രമല്ല എല്ലാ പ്രേക്ഷകർക്കും ഫാമിലി ഓഡിയൻസിനും ഒക്കെ തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. ഐ തിങ്ക് മലയാളത്തിലെ നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറയാൻ പറ്റും ഈ ഒരു ഗരുഡൻ ചിത്രം. അതും ഇന്നത്തെ കാലത്ത് ഒരു മോഡേൺ സിനിമയായിട്ട് കണക്കാക്കുമ്പോൾ അത്തരത്തിലുള്ള വലിയ പൊട്ടൻഷ്യലുള്ള ആക്ടേഴ്സും കൂടി വന്നിട്ട് പോലും ഈ രീതിക്ക് ട്രീറ്റ് ചെയ്തതുകൊണ്ട് ഒരു സ്പെഷ്യൽ അപ്ലോസ് എങ്ങനെ പോലും ഈ സിനിമ നേടിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ പോയി കാണാൻ ഇന്ന് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയായിരിക്കും ഗരുഡൻ എന്ന ചിത്രം. ഓൾറെഡി നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.